ദേശീയപാത പേരാമ്പ്രയിൽ ആരംഭിച്ച അടിപ്പാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചാലക്കുടി MP ബെന്നി ബഹനാൻ സ്ഥലം സന്ദർശിച്ചു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് MPയും സംഘവും നിർമ്മാണം ആരംഭിച്ച പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ എത്തിയത്. നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗതം പുനഃക്രമീകരിച്ചിരിക്കുന്ന സർവീസ് റോഡുകളുടെ ശോചനീയാവസ്ഥകൾ എത്രയും വേഗം പരിഹരിക്കണമെന്നും അടിപ്പാതയുടെ നിർമ്മാണം എത്രയും വേഗം തീർക്കണമെന്നും അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ കാലതാമസമില്ലാതെ പൂർത്തീകരിക്കാനും MP നിർദ്ദേശിച്ചു. കോൺഗ്രസ് കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, ചാലക്കുടി ബ്ലോക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാരായ സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, നേതാക്കളായ ഡൽജിത്ത് ഞർലേലി, വിനീഷ് പാറവളപ്പിൽ എന്നിവർ MPയോടൊപ്പമുണ്ടായിരുന്നു. കൂടാതെ പ്രദേശവാസികളുടെ അഭ്യർത്ഥന പ്രകാരം യാത്രാ സൌകര്യത്തിനായി പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപത്തും പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപത്തുമായി യു-ടേണുകൾ MPയുടെ നേതൃത്വത്തിൽ ഗതാഗത യോഗ്യമാക്കി കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ചാലക്കുടിക്കിപ്പുറം ഒന്ന് കൊരട്ടി, വിഴിഞ്ഞൂര്, അതുപോലെ ചിറങ്ങര, ഈ 5 അടിപ്പാതകളുടെയും പണി ഇപ്പോൾ സജീവമായി ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അടിപ്പാത നിർമ്മാണം നടക്കുമ്പോൾ ട്രാഫിക്കിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. അങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും സർവീസ് റോഡ് നന്നാക്കി കഴിയുന്നതും തടസ്സങ്ങളില്ലാതെ സർവീസ് റോഡ് നന്നാക്കി സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 2-3 പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പാലക്കാട് PDയുമായി ചാലക്കുടിയിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ വെച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. ഇവിടെ വന്നപ്പോഴിപ്പോൾ ചില നിർദ്ദേശങ്ങൾ വന്നു. ഇവിടെ നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് യൂട്ടേൺ തിരിയുന്നതിന് വേണ്ടിയിട്ട് പമ്പിൻ്റെ അടുത്ത് ശുചീകരണം ഉണ്ടാകുന്നു. അതിന് വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ ബോധന പറഞ്ഞു. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ പണി കഴിയുന്നത് വേഗം, നാഷണൽ ഹൈവേയുടെ പണിക്ക് അത് വേഗതയുണ്ട്, കാലതാമസം ഉണ്ടാകാറില്ല. വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ പണി നടക്കും. 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് നാഷണൽ ഹൈവേ പറഞ്ഞിരിക്കുന്നത്.